അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ യാ റബ്ബി ബിജാഹി നബിക്കൽ മുസ്തഫ വറസൂലിക്കൽ മുർത്തളാ طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك وأمتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام. സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾക്ക് നാം ഒരുപാട് നന്ദി ചെയ്യേണ്ടതുണ്ട്. ഏതെല്ലാം നിലക്കുള്ള വൈവിധ്യമാർന്ന അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ കൊണ്ട് ധന്യരാണ് നാമൊക്കെ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖങ്ങളും ഉണ്ടാവാം. കൊറോണ എന്ന മഹാമാരി വിപത്ത് നമ്മുടെ നാട്ടിലാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സാഹചര്യമാണിത്. ദുആ കൊണ്ടും ദിക്റുകൾ കൊണ്ടും അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ അകപ്പെട്ട ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട സാഹചര്യം. അള്ളാഹുവേ, ഈ മഹാമാരി വിപത്തിനെ തൊട്ട് ഞങ്ങളേവരെയും നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ നാടുകളിൽ ഇറങ്ങിയ ഈ വിപത്ത് നീ തന്നെ ഉയർത്തിക്കളയണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുക. അതോടൊപ്പം നമ്മൾ ജാഗ്രത കാണിക്കുക. തവക്കുലാണല്ലോ നമ്മുടെ വിഷയം. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. വ അമ്മൽ അഹാദീസു, അപ്പോൾ ഹദീസുകൾ, ഫൽ അവ്വലു, അതിൽ ആദ്യത്തേത്, അനിബിൻ അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉരിളത്ത് അലയ്യ അൽ ഉമമു, ഉരിളത്ത് വെളിവാക്കപ്പെട്ടു, അലയ്യ എൻ്റെ മേൽ, അൽ ഉമമു സമുദായങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു. കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ കാണിക്കലത് അഹ്തമിരു അയ്യക്കൂന മനാമൻ, സ്വപ്നത്തിലാവാം. അമ്പിയാക്കളുടെ സ്വപ്നം അത് വഹിയാണ്. എല്ലാ ഉണർവിലുമാവാം. ഉണർവിലെപ്പോഴാണ് കാണിക്കപ്പെട്ടത്? ഇസ്രായിൻ്റെ രാത്രിയിൽ, അങ്ങനെയുമാവാം. അപ്പോൾ ഇരിളത്ത് കാണിക്കപ്പെട്ടു, പ്രദർശിപ്പിക്കപ്പെട്ടു, അലയ്യ എൻ്റെ മേൽ, അൽ ഉമമു ഉമ്മത്തീങ്ങളെ, ഉമ്മത്തിൻ്റെ ജമ്മാണ് ഉമമ്. ഫറഅയ്തു, അപ്പോൾ ഞാൻ കണ്ടു, അൻ നബിയ, ഒരു നബീനെ ഞാൻ കണ്ടു, കഴിഞ്ഞുപോയ ഒരു നബീനെ ഞാൻ കണ്ടു. വ മഅഹു, ആ നബിയോടൊപ്പമുണ്ട്, റുഹൈത്തു, കുറഞ്ഞ ആളുകൾ. റുഹൈത്ത്, റഹത്തിൻ്റെ തസ്ഗീറാണ് റുഹൈത്ത്, ശേഷം വിശദീകരിക്കുന്നത്. വന്നബിയും, ഒരു നബീനെ ഞാൻ കണ്ടു, മറ്റൊരു നബീനെ ഞാൻ കണ്ടു. വ മഅഹു, ആ നബിയോടൊപ്പമുണ്ട്, അർറജുലു, ഒരാൾ, വറജുലാനി, രണ്ടാളുകൾ. അങ്ങനെയുള്ള ഒരു നബിയുമുണ്ട്. വന്നബിയു, മറ്റൊരു നബീനെ കണ്ടത്, ലൈസ മഅഹു, ആ നബിയോടൊപ്പമില്ല, അഹദുൻ, ഒരാളുമില്ല, ഒരു ഉമ്മത്ത് പോലും അവരുടെ കൂടെയില്ല, ഒരാൾ പോലും ആ നബിൻ്റെ കൂടെയില്ല. അങ്ങനെയും ഉണ്ടാവാം. അപ്പോൾ നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളല്ലേ. അപ്പോൾ ആ നബി ആർക്കാണ് എത്തിച്ചു കൊടുത്തത് പിന്നെ? അപ്പോൾ അതിന് മറുപടി എന്ന് പറഞ്ഞാൽ പിന്നെ ആ നബിനെ കൊണ്ട് വിശ്വസിച്ചവരാരും ഇല്ല എന്നർത്ഥം.
വലം യുഅ്മിൻ ബിഹി അഹദുന്ന, ആ നബിൻ്റെ കൂടെ വിശ്വസിച്ചവർ ആരും ഇല്ല എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഇത് റുഫിയ, ആ സമയത്ത് ഉയർത്തപ്പെട്ടു, ലീ എനിക്ക്, സവാദുൻ അലീമുൻ, വലിയൊരു ജനസഞ്ചയത്തെ, സവാദുൻ അലീം, വലിയൊരു ജനസഞ്ചയത്തെ. ഫലനന്തു, അപ്പോൾ ഞാൻ വിചാരിച്ചു, അന്നഹും അവർ, ഉമ്മത്തി, എൻ്റെ സമുദായമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്, എൻ്റെ ഉമ്മത്തീങ്ങളാണത്. ഫഖീലലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദാ മൂസാ വ ഖൗമുഹു, ഇത് മൂസാ നബിയും അവരുടെ ജനതയുമാണ്. വലാക്കിൻ, എങ്കിലും, ഉൻളുർ, നിങ്ങൾ നോക്കുക, ഇലൽ ഉഫുഖി, ഭാഗങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. ഉഫുഖ്, ഭാഗങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. ബി ലമ്മിൽ ഹംസത്തി വൽ ഫായി, ഉഫുഖി. അൽ ആഫാഖുൻ നവാഹീന, ഭാഗങ്ങൾ. ഉഫ്കിൻ്റെ ജമ്മായിട്ടാണ് അൽ വാഹിദ് ഉഫ്ക്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുക. ഫനളർത്തു, അപ്പോൾ ഞാൻ നോക്കി, ഫൈദ, അപ്പോൾ സവാദുൻ അലീമുൻ, വലിയൊരു ജനസഞ്ചയം അവിടെ കാണുന്നു. ഫഖീലലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഒന്നൊരു നിങ്ങൾ താങ്കൾ നോക്കുക, ഇലൽ ഉഫുഖിൽ ആഖർ, മറ്റേ ഭാഗത്തേക്ക് നോക്കുക. ഫൈദ സവാദുൻ അലീമുൻ, അപ്പോൾ അവിടെയും വലിയൊരു ജനസഞ്ചയമുണ്ട്. ഫഖീലലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദിഹി, ഇത്, ഉമ്മത്തുക്ക, തങ്ങളുടെ സമുദായമാണ്. ഈ രണ്ട് ജനസഞ്ചയവും, സവാദുൻ അലീം, രണ്ട് ഭാഗത്തേക്ക് നോക്കിയില്ലേ, ആ രണ്ട് ഭാഗത്തുള്ള ജനസഞ്ചയവും തങ്ങളുടെ ഉമ്മത്താണ്. വ മഅഹും, അവരോടൊപ്പമുണ്ട്, സബ്ഊന അൽഫൻ, 70,000 ആളുകൾ. അവരോടൊപ്പം തന്നെ ആ കൂട്ടത്തിൽ 70,000 ആളുകളുണ്ട്. യദ്ഖുലൂന, അവർ പ്രവേശിക്കും, അൽ ജന്നത്ത, സ്വർഗത്തിൽ, ബിഗൈരി ഹിസാബിൻ, ഒരു വിചാരണയും കൂടാതെ, വല അദാബിൻ, ഒരു ശിക്ഷയും കൂടാതെ അവരെന്താവും, സ്വർഗത്തിൽ പ്രവേശിക്കും. സുമ്മ നഹള, പിന്നെ നബി തങ്ങൾ എഴുന്നേറ്റു. ഈ ഹദീസ് പറഞ്ഞിട്ട് നബി തങ്ങൾ എഴുന്നേറ്റു പോയി. ഫദഖല, തങ്ങൾ പ്രവേശിച്ചു, മൻസിലഹു, തങ്ങളുടെ വീട്ടിലേക്ക്. ഫഖാലന്നാസു, അപ്പോൾ ജനങ്ങൾ പ്രവേശിച്ചു, ഫി ഉലായിക, ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയെന്നർത്ഥം. ഫി ഉലായിക്കല്ലദീന യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വല അദാബിൻ, ഹിസാബും അദാബും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ കൂട്ടരെ സംബന്ധിച്ച്, 70,000 ആളുകളെ സംബന്ധിച്ച് അവർ ചർച്ചയിൽ പ്രവേശിച്ചു. അവരാരായിരിക്കും എന്ന വിഷയത്തിൽ. ഫഖാല ബഅ്ദുഹും, അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ഫലഅല്ലഹും, അവരായേക്കാം, അല്ലദീന സഹിബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സുഹബത്ത് കെട്ടിയവർ, നബിയുമായി സഹവസിച്ച നബിയുടെ സഹാബത്ത് ആയിരിക്കാം അവർ. വഖാല ബഅ്ദുഹും, ചിലർ പറഞ്ഞു, ഫലഅല്ലഹും, അവരായേക്കാം, അല്ലദീന വുലിദു ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ ജനിച്ചു, ഫലം യുശ്രിക്കൂ ബില്ലാഹി, അള്ളാഹുവിൽ ഷിർക്ക് വെക്കാത്ത ആളുകളായിരിക്കാം ആ 70,000 ആളുകൾ. അങ്ങനെ വദക്കറു, അവർ പറഞ്ഞു, അഷിയ, പലതും അവർ പറഞ്ഞു, പലതും അവർ അഭിപ്രായപ്പെട്ടു. ഫഖറജ അലൈഹിം, അങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ പുറപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, തങ്ങൾ പറഞ്ഞു, മല്ലദീ തഖൂലൂന ഫീഹി, നിങ്ങൾ ഈ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്, നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്. ഫഅഖ്ബറൂഹു, അവർ നബിയോട് സംഗതി പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹിസാബ് കൂടാതെ അദാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകൾ ആരാണെന്നറിയുമോ? ഹും, അവർ, അല്ലദീന, ഒരു കൂട്ടരാണ്, ലാ യർഖൂന, അവർ മന്ത്രിക്കുകയില്ല, വലാ യസ്തർഖൂന,
അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയുമില്ല. വലായതതയ്യറൂന, അവർ ലക്ഷണം നോക്കുകയില്ല, ശകുനം നോക്കുകയില്ല. വഅലാ റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൻ്റെ മേൽ യതവക്കലൂൻ, ഭരമേൽപ്പിക്കുന്നവരാണ്. ഫഖാമ ഉക്കാശത്ത് ബിനു മുഹ്സൻ, ആ സമയത്ത് ഉക്കാശത്ത് ബിനു മുഹ്സൻ എന്ന സഹാബി എഴുന്നേറ്റ് നിന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജ്അലനീ മിൻഹും, ഉദ്ഉല്ലാഹ, തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അൻ യജ്അലനീ, അള്ളാഹു എന്നെ ആക്കാൻ വേണ്ടി, മിൻഹും അവരിൽ, ആ കൂട്ടരിൽ 70,000 ആളുകളിൽ എന്നെ ഉൾപ്പെടുത്താൻ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അന്ത, നീ മിൻഹും, അവരിൽപ്പെട്ടവരാണ്. സുമ്മ ഖാമ റജുലുൻ ആഖറു, അപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റ് നിന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഉദ്ഉല്ലാഹ, തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അൻ യജ്അലനീ മിൻഹും, എന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സബഖക, നിനക്ക് മുൻകടന്നു, ബിഹ, അതുകൊണ്ട് ഉക്കാശ അതുകൊണ്ട് മുൻകടന്നു. ഉക്കാശ ആ ചാൻസ് ഉപയോഗപ്പെടുത്തി. മുത്തഫഖുൻ അലൈഹി. ഇവിടെ ഒരു ചോദ്യം, ഈ സ്വർഗത്തിൽ ഹിസാബ് കൂടാതെ അദാബ് കൂടാതെ പ്രവേശിക്കുന്ന ആളുകൾ, വഇൻകാനു അസ്ഹാബ മആസി വ മളാലിം, അവർ ദോഷികളും അക്രമികളാണെങ്കിലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? അതിന് മറുപടി, ഈ ഹദീസിൽ പറയപ്പെട്ട അവർക്ക് 4 വിശേഷണങ്ങളാണ് പറഞ്ഞത് ഹദീസിൽ. ആ പറയപ്പെട്ട ആളുകൾ അവർ നീതിമാന്മാർ, അവർ മുതഹരീന മിനദ്ദുനൂബ്, ദോഷങ്ങളെ തൊട്ട് ശുദ്ധിയാക്കപ്പെട്ടവരായിരിക്കാനേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ 4 സിഫത്തുകൾ ഉണ്ട് എന്ന കാരണം കൊണ്ട് അള്ളാഹു തആല അവരിൽ നിന്ന് ദോഷങ്ങൾ ഉണ്ടായാൽ തന്നെ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, അവർക്ക് മാപ്പ് കൊടുക്കും എന്നർത്ഥം. പിന്നെ ഖാല എന്ന് പറഞ്ഞാൽ ഈ തകല്ലമന, സംസാരിച്ചു, സംസാരത്തിൽ പ്രവേശിച്ചു എന്നാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഖാലൻ നാസു എന്ന് പറഞ്ഞല്ലോ. ഖാലൻ നാസു, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബത്ത്, നബിയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബത്ത്. അവർ തർക്കത്തിലായി ആ 70,000 ആളുകൾ ആരായിരിക്കും എന്ന വിഷയത്തിൽ. പിന്നെ അവർ പലതും അഭിപ്രായപ്പെട്ടു അല്ലേ. പിന്നെ അപ്പോഴാണ് നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞത്, എന്തേ, അവരാരാണെന്നാണ് പറഞ്ഞത്? ഹും അല്ലദീന ലാ യർക്കൂന വലാ യസ്തർക്കൂന വലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകളുടെ വിശേഷണം എന്താണ്? ഒന്ന്, ലാ യർക്കൂന, അവർ മന്ത്രിക്കുകയില്ല. വലാ യസ്തർക്കൂന, അവർ മന്ത്രത്തെ ആവശ്യപ്പെടുകയുമില്ല, മറ്റൊരാളെ കൊണ്ട് മന്ത്രിപ്പിക്കുകയില്ല, സ്വയം മന്ത്രിക്കുകയില്ല, മറ്റൊരാളോട് മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുമില്ല. റുഖിയത്ത്, അത് ഇസ്ലാമിൽ അനുവദനീയമാണല്ലോ. പിന്നെ എന്താ ഇവിടെ പറഞ്ഞത്? വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫി ഹാദൽ മഖാമി മഅ വുറൂദി സുന്നത്തി. ഹദീസിൽ റുഖിയത്ത് ജായിസാണ്, ഇസ്തിർഖായി ജായിസാണെന്ന് അറിയിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ടല്ലോ. മന്ത്രം, മന്ത്രിക്കലും മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെടലും രണ്ടും അനുവദനീയമാണെന്ന് അറിയിക്കുന്ന നിരവധി ഹദീസുകളുണ്ട്. എന്നിരിക്കെ ഇവിടെ അവർ മന്ത്രിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് പറയുന്നത്, അന്നൽ മുറാദ തർക്കുദാലിക തവക്കുലം വരിളം ബി ഖളാഇല്ലാഹി തആല വ ബലായിഹി. അവർ അള്ളാഹുവിൻ്റെ ഖദർ ഖളായിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിയും കൊണ്ട് അത്തരം കാരണങ്ങളുമായിട്ട് അവർ ബന്ധപ്പെടുകയില്ല. മന്ത്രിക്കുക എന്നുള്ളത് ഒരു സബബാണ്, രോഗശമനത്തിനുള്ള ഒരു കാരണമാണ്.
അപ്പോൾ സബബുകളുമായി അവർ ബന്ധപ്പെടില്ല എന്നർത്ഥം. അത്രയും അള്ളാഹുവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചവരാണ്. മന്ത്രിച്ചുകൊണ്ട് രോഗം സുഖപ്പെടുത്തുന്നവരല്ല അവർ. അതൊരു കാരണമാണല്ലോ. ഡോക്ടറെ അടുത്ത് പോവുക, മരുന്ന് കഴിക്കുക, മന്ത്രിക്കുക, ഇതൊക്കെ രോഗശമനത്തിനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ അത്തരം മാർഗങ്ങളെ അവരെന്താവില്ല, അവലംബിക്കുകയില്ല. അവർ അള്ളാഹുവിലേക്ക് കാര്യങ്ങളെ പൂർണ്ണമായും അർപ്പിച്ചവരാണ് എന്നർത്ഥം. എന്നല്ലാതെ മന്ത്രിക്കൽ അനുവദനീയമല്ല എന്ന് ഈ ഹദീസ് കൊണ്ട് ഒരിക്കലും കിട്ടുകയില്ല. മന്ത്രിക്കൽ അനുവദനീയമാണ് എന്നറിയിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ മന്ത്രിക്കില്ല എന്ന് പറഞ്ഞാൽ കാര്യകാരണങ്ങളുമായി അവർ ബന്ധപ്പെടില്ല എന്നേ അർത്ഥമുള്ളൂ. പിന്നെ വലാ യതതയ്യറൂന, അവർ ലക്ഷണം നോക്കുകയില്ല, ശകുനം നോക്കുകയില്ല. ഏതെങ്കിലും ഒരു ജീവിയെ കൊണ്ട്, പക്ഷികൾ മുന്നിലൂടെ പറന്നു പോയാൽ, അല്ലെങ്കിൽ പൂച്ചനെ കണ്ടാൽ, അങ്ങനെയുള്ള മൃഗങ്ങളെ കണ്ടാൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെന്താവില്ല, പിന്മാറുകയില്ല എന്നർത്ഥമാണ്. ലാ യർജിയുന അമ്മ അസമു അലൈഹി ഇന്ദ വുജൂദി മാ ജറത്ത് ബിഹി ആദത്തുൽ ജാഹിലിയത്തി മിന തതയ്യുരി ബിഹി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ പക്ഷികളെ ഭാഗത്തു നിന്ന്, മൃഗങ്ങളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മൃഗങ്ങളെ കരച്ചിലേക്കുക, പക്ഷികളെ കരച്ചിലേക്കുക, അപ്പോൾ അത് ആ കാര്യം മോശമായി കണ്ടുകൊണ്ട് അതിന് പിന്മാറുന്ന സ്വഭാവം അവർക്കില്ല. അങ്ങനെ അവർ ശകുനം നോക്കുന്നവരല്ല. പിന്നെ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിൻ്റെ മേൽ തവക്കുലാക്കുന്നവരാണ്, കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്നവരാണ്. അപ്പോൾ അസ്ബാബുകളെ ഉപേക്ഷിക്കുക എന്നതാണ് ഇവിടെ. അൽ ഖായിമുന ബി അലാ മഖാമി തവക്കുലി ബി തർക്കിൽ അസ്ബാബ്, അവർ തവക്കുലിൻ്റെ മഖാമിൻ്റെ അങ്ങേ അറ്റത്തെത്തിയവരാണ്. ഇങ്ങനെ സബബുകളെ ഉപേക്ഷിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ രോഗശമനത്തിന് പല മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗമാണ് മന്ത്രിക്കുക എന്നുള്ളത്, മറ്റൊരു മാർഗമാണ് മരുന്ന് കഴിക്കുക എന്നുള്ളത്. അതൊന്നും അവർ ആ ഒരു നിലപാടേ അവർക്കില്ല. എല്ലാം അതല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗമായപ്പോൾ എന്തായില്ല, ചികിത്സിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, യുത്ഇമിനി വയസ്കീനി ഫൈദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗമായാൽ അവൻ എൻ്റെ രോഗം സുഖപ്പെടുത്തുന്ന. അതാണ് കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടാതിരിക്കുക, അതാണ് ഇവിടെ. പിന്നെ ഉക്കാശത്തു ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്, ഉദുഉല്ലാഹ അൻ യജഅലനി മിൻഹും. അപ്പോൾ നബി തങ്ങൾ എന്തോട് പറഞ്ഞു, അന്ത മിൻഹും, നീ അവരിൽപ്പെട്ടവരാണ്. മറ്റൊരാൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉക്കാശ അതുകൊണ്ട് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞില്ല നബി തങ്ങൾ അദ്ദേഹത്തോട്, നീ ആ വിഭാഗത്തിൽ പെട്ടവരല്ല എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ല. അതൊരു മര്യാദയാണ്. പിന്നെ യഹ്തമിൽ അയ്യക്കൂന സബഖക ഉക്കാശത്തു ബി വഹി അന്നഹു ഇജാബു ഫീ, എനിക്ക് ഉക്കാശ അതിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് വഹി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു. അത് മറ്റൊരാൾക്കില്ല. പിന്നെ ഇനിയും മറ്റുള്ളവർ ആവശ്യപ്പെടുന്നത് ആ തേട്ടം ഇല്ല, ആ ബാബ അടക്കാൻ വേണ്ടിയിട്ടാണ് നബി തങ്ങൾ ആ മറ്റേ റജുലിനോട് നല്ല നിലയിൽ പ്രതികരിച്ചത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. റുഹൈത്തു, ഇനി റുഹൈത്ത് എന്നത് ബി ലമ്മി റായിന്ന് ലമ്മ് കൊണ്ട് വായിക്കണം. തസ്ഗീറു റഹ്ത്തിൻ, റഹ്ത്തിൻ്റെ തസ്ഗീറാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ ചെറുതാക്കി പറയുക. ഇപ്പം ജാബിർ അതൊരു പേരാണ്, ആ ജാബിറിൻ്റെ തസ്ഗീറാണ് ഇത് ജുബൈർ. കബീർ കുബൈർ, സഗീർ സഗീർ സുഗൈർ, അങ്ങനെ ഓരോന്നിനും എന്താക്കുക, ചെറുതാക്കി പറയുക. പിന്നെ അഹമ്മദ് ഉഹൈമീദ് കുഞ്ഞഹമ്മദ് എന്ന് പറയില്ലേ, അതാണ് തസ്ഗീർ എന്ന് പറഞ്ഞാൽ. നഹ്ബിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. എന്താ റഹ്ത്ത് എന്ന് പറഞ്ഞാൽ വഹും അവർ ദൂന അഷറത്തി അംഫുസിൻ, 10 താഴെ ആളുകൾക്കാണ് റഹ്ത്ത് എന്ന് പറയുക. അപ്പോൾ കുറഞ്ഞ ആളുകൾ. ഉഫുക്ക് എന്ന് പറഞ്ഞാൽ നാഹിയത്ത്, ഭാഗം എന്നാണ് അതിൻ്റെ മാന. വൽ ജാനിബ്, അതന്നെ ഭാഗം, പാർശ്വം. ഉക്കാശ എന്ന് പറഞ്ഞ ബി ലമ്മിൽ ഐനി വ തസ്ദീദിൽ കാഫി വ ബി തഖ്ഫീഫിഹ വ തസ്ദീദു അഫ്സഹു, ശ്രദ്ധ ചെയ്യലാണ് ഉക്കാശ. അതാണ് ഏറ്റവും സാഹിത്യ രീതി.
അഫ്സാനി രണ്ടാമത്തെ ഹദീസ് അനിബിൻ അബ്ബാസ് റളിയല്ലാഹുനുമ ഐലൻ. നേരത്തെ ഹദീസ് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു തൊട്ടാണ്, ഈ ഹദീസും ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹുനുമയെ തൊട്ടാണ്, അതുകൊണ്ടാണ് ഐലൻ എന്ന് പറഞ്ഞത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാനയഖൂലു, തങ്ങൾ പറയുന്നവരായിരുന്നു, അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു അല്ലാഹുമ്മ അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുളില്ലനി അൻതൽ ഹയ്യുൽ ലദീ ലാ തമൂത്ത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക്ക, നിനക്ക്, അസ്ലംതു, ഞാൻ കീഴ്പ്പെട്ടു, ഞാൻ നിന്നെ അനുസരിച്ചു, ഞാൻ നിനക്ക് വിധേയനായി, അല്ലെങ്കിൽ ഞാൻ നിനക്ക് എല്ലാം സമർപ്പിച്ചു എന്നൊക്കെ അർത്ഥം പറയാം. വബിക, നിന്നെ കൊണ്ട്, ആമൻതു, ഞാൻ വിശ്വസിച്ചു, വ അലൈക, നിൻ്റെ മേൽ, തവക്കൽതു, ഞാൻ ഭരമേൽപ്പിച്ചു, വയിലൈക, നിന്നിലേക്ക്, അനബ്തു, ഞാൻ മടങ്ങി, വബിക, നിന്നെ കൊണ്ട്, ഖാസംതു, ഞാൻ കക്ഷി ചേരുന്നു, ഖാസംതു, ഞാൻ ശത്രുക്കളോട് തർക്കിക്കുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഊദു, ഞാൻ അഭയം തേടുന്നു, ബി ഇസ്സത്തിക, ഞാൻ അഭയം പ്രാപിക്കുന്നു, ബി ഇസ്സത്തിക, നിൻ്റെ പ്രതാപം കൊണ്ട്, ലാ ഇലാഹ ഇല്ല അന്ത, നീയല്ലാതെ ഒരു ഇലാഹില്ല, അൻ തുളില്ലനി, നീ എന്നെ വഴിതെറ്റിക്കലിനെ തൊട്ട് ഞാൻ അഭയം പ്രാപിക്കുന്നു, അന്ത, നീ, അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്, അല്ലദീ ലാ തമൂത്തു, നീ മരിക്കുകയില്ല, വൽ ജിന്നു, ജിന്നുകളും, വൽ ഇൻസു, മനുഷ്യരും, യമൂത്തൂൻ, അവർ മരിക്കും, നീ എന്നും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവരാണ്. ഈ അർത്ഥമുള്ള ഈ പദങ്ങൾ നബി തങ്ങൾ പറയുന്നവരായിരുന്നു. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ഇവിടെ വ അലൈക തവക്കൽതു എന്ന് പറഞ്ഞില്ലേ, ഞാൻ നിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നു. അതുപോലെ അല്ലാഹുമ്മ ലക അസ്ലംതു, ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധം. വഹാദ ലഫുളു മുസ്ലിമീൻ, ഇത് മുത്തഫഖുൻ അലി, ബുഖാരിയിലും മുസ്ലിമിൽ രണ്ടിലും ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ പറഞ്ഞത് മുസ്ലിമിൻ്റെ ലഫുളാണ്, വാചകമാണ്. വഖ്തസറുൽ ബുഖാരിയു, ഇമാം ബുഖാരി ഹദീസിനെ എന്താക്കിയിട്ടുണ്ട്, മുഖ്തസറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലിങ്ങനെയുള്ളൂ ചുരുക്കിയിട്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു അഊദു ബി ഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അല്ലദീ ലാ തമൂതു വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. അങ്ങനെയും മുഖ്തസറായ രൂപത്തിലും ബുഖാരിയിലുണ്ട്. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ ശരിയായ വിധം ചെയ്യുവാനും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ഇബാദുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ.